ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ കേരള സെറ്റ് കൊമേഴ്സ് സിലബസ് അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം കൊമേഴ്സ് സെറ്റ് സിലബസിൽ നമുക്ക് 6 യൂണിറ്റാണ് വരുന്നത്. ഈ 6 യൂണിറ്റുകളിലും കൂടിയായിട്ട് നമുക്ക് 30 മൊഡ്യൂൾസ് വരുന്നുണ്ട്. 30 മൊഡ്യൂൾസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം വളരെ ചെറിയ, വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന മൊഡ്യൂൾസാണ് ഈ 30 മൊഡ്യൂൾസും. ഓക്കെ, ആൻഡ് സെറ്റിൻ്റെ എക്സാം പാറ്റേൺ ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം പാറ്റേൺ ആണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു മൊഡ്യൂൾസ് അനലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു 30 മൊഡ്യൂൾസും 6 യൂണിറ്റും എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് മാനേജ്മെന്റ് റിലേറ്റഡ് കാര്യങ്ങൾ, അല്ലെ ബിസിനസ് മാനേജ്മെന്റ് പോലെയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലുള്ള ടോപ്പിക്സ് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിലെ മൊഡ്യൂൾ 1 ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, നമുക്കറിയാം ആ ഒരു മാനേജ്മെന്റ് തോട്ടുകൾ, ഓക്കെ, സയന്റിഫിക് മാനേജ്മെന്റ്, അതുപോലെ തന്നെ FW ടൈലറിൻ്റെ ആ ഒരു മാനേജ്മെന്റ് ടെക്നിക്കുകൾ, ഓക്കെ, തിയറി, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ട്രഡീഷണൽ വേഴ്സസ് മോഡേൺ മാനേജ്മെന്റ്, ഇത്തരം ടോപ്പിക്സ് ആണ് അതിൽ മൊഡ്യൂൾ 1 പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി മൊഡ്യൂൾ 2 പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ആണ്. ആ ഒരു ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മൊഡ്യൂൾ 2 നോക്കാനായിട്ടുള്ളത്. പിന്നെ മൊഡ്യൂൾ 3 നമുക്ക് അറിയാം ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ്. ഓക്കെ, ഓർഗനൈസേഷൻ ബിഹേവിയർ ആണ് അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ബേസിക് കോൺസെപ്റ്റ്സ്, അതിന്റെ തിയറീസ്, ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ, ഓക്കെ, അത്തരം കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് മൊഡ്യൂൾ 3 നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് മൊഡ്യൂൾ 4 വരുമ്പം സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ബേസിക് കോൺസെപ്റ്റ്സ്, അതിൻ്റെ അപ്രോച്ചസ് ടു സ്ട്രാറ്റജി ഡിസിഷൻ മേക്കിംഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 4 നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ മൊഡ്യൂൾ 5 സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. ഓക്കെ, സ്ട്രാറ്റജിക് പ്ലാനിങ്, അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു യൂണിറ്റ് 1 എന്ന് പറയുന്നത് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ്. അതിൽ മൊഡ്യൂൾ 1 ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെന്റ്, മൊഡ്യൂൾ 2 ആ ഒരു ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, മൊഡ്യൂൾ 3 ഓർഗനൈസേഷൻ ബിഹേവിയർ, മൊഡ്യൂൾ 4 സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആൻഡ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 2 എന്ന് പറയുന്നത് ബിസിനസ് എൻവിറോൺമെന്റ് പോളിസി ആൻഡ് MIS ആണ്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് മാക്രോ ആൻഡ് മൈക്രോ എൻവിറോൺമെന്റിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ടുണ്ട് മൊഡ്യൂൾ 1 ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമി മൊഡ്യൂൾ 2 നമുക്ക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമിയാണ് പഠിക്കാനായിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ +2 എക്കണോമിക്സ് എന്നുള്ള ഒരു സബ്ജക്ട് പഠിച്ചിട്ടുണ്ടാവും +2 കൊമേഴ്സിൽ, അല്ലെ? അപ്പം അതിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ ചോദിക്കുന്നത്. ഓക്കെ, ആ ഒരു സിലബസുമായിട്ട് മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 2 സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, economic systems, growth pattern of Indian economy, GDP, per capita income, economic planning, problems of Indian economy, poverty, unemployment, regional imbalances, globalization of Indian economy. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് +1 +2 പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, ഈ ടോപ്പിക്സ് ആണ് മൊഡ്യൂൾ 2 അകത്ത് വരുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ആൻഡ് ബിസിനസ് ആണ്. ഓക്കെ, WTO, വേൾഡ് ബാങ്ക്, FDI, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് മൊഡ്യൂൾ 3 അകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ 4 നമുക്ക് കുറച്ച് പോളിസീസ് ആണ്. നമ്മൾ ആ ഒരു യൂണിറ്റിന്റെ പേര് പറഞ്ഞപ്പോഴേ പറഞ്ഞു നമ്മൾ കുറച്ച് പോളിസീസ് ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ടുണ്ട്. മൊഡ്യൂൾ 4 നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പോളിസി, എക്സിം പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ പോളിസി, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോളിസി, PPP പോളിസി, ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് മൊഡ്യൂൾ 4 അകത്ത് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ 5 MIS ബേസിക് കോൺസെപ്റ്റ്, സിസ്റ്റം കോൺസെപ്റ്റ്സ്, ഡാറ്റ പ്രോസസ്സിംഗ് കോൺസെപ്റ്റ്, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അപ്പം ആ ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ള ആ ഒരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ അകത്തുനിന്ന് അങ്ങനെ വല്ലാണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, പക്ഷെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പഠിക്കുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്കിത് ക്രാക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും. നിങ്ങൾക്കറിയാം ഒരു ഫിക്സ്ഡ് കട്ട് ഓഫ് ആണ് നമുക്ക് സെറ്റിനുള്ളത്. സോ നമുക്ക് ആ ഒരു കട്ട് ഓഫ് കടന്നു കിട്ടിയാൽ മാത്രം മതി. 120 ക്വസ്റ്റ്യൻസിൽ 42 ക്വസ്റ്റ്യൻസ്, OBC കാറ്റഗറി ആണെങ്കിൽ 42 ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്താൽ മതി. ഓക്കെ, ഇനി യൂണിറ്റ് 3 വരുന്നത് ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ്. ഓക്കെ, യൂണിറ്റ് 3 വരുന്നത് ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ്. ഇതിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ്ങുകൾ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊഡ്യൂൾ 1 ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, കൺവെൻഷൻസ്, സ്റ്റാൻഡേർഡ്സ്, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ബേസ് ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു മൊഡ്യൂൾ 1 അകത്ത് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ 2 നമുക്ക്
അതും വളരെ ബേസിക് ആണ്. നമ്മൾ +1 +2 പഠിച്ചിട്ടുള്ള ആ ഒരു അക്കൗണ്ടിങ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആൻഡ് അക്കൗണ്ടിങ് ഓഫ് നോൺ ട്രേഡിംഗ് ഫേംസ്. ഓക്കെ, ഈ ഒരു ടോപ്പിക്കാണ് നമുക്ക് മൊഡ്യൂൾ 2 പഠിക്കാനായിട്ടുള്ളത്. മൊഡ്യൂൾ 3 കമ്പനി അക്കൗണ്ട്സ്, ഓക്കെ, ഇഷ്യൂ ഓഫ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 4 ആണെങ്കിൽ കമ്പനി അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ, റീകൺസ്ട്രക്ഷൻ. മൊഡ്യൂൾ 5 ആണെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഓക്കെ, അത്രയാണ് നമുക്ക് ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു യൂണിറ്റ് 3 അകത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് 4 എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് ആണ്. കുട്ടികൾ കുറച്ച് ടഫാണ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു യൂണിറ്റ് ആണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള ബിസിനസ് റിസർച്ചിൻ്റെ കുറച്ച് തിയറി പോർഷൻസ് പഠിക്കാനുണ്ട്. റിസർച്ച് ഡിസൈൻ, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്, അത്തരത്തിലുള്ള കുറച്ച് തിയറി പാർട്ടുകൾ, റിസർച്ച് റിലേറ്റഡ് തിയറി പാർട്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രോബ്ലം ഫോർമുലേഷൻ, ഒബ്ജക്റ്റീവ് സെറ്റിംഗ്, അങ്ങനെയുള്ള ആ ഒരു റിസർച്ചിൻ്റെ കുറച്ച് എന്താ പറയുക പ്രൊസീജിയറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് മൊഡ്യൂൾ 2 വരുന്നത്. ഓക്കെ, മൊഡ്യൂൾ 1 നമ്മൾ റിസർച്ചിൻ്റെ പക്ക ബേസിക് തിയറീസ് നോക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് മൊഡ്യൂൾ 2 നമ്മൾ കുറച്ചൊരു എന്താണ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, റിസർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മൊഡ്യൂൾ 2 അകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ 3 വരുന്നത് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ടൂൾസ്, പ്രോബബിലിറ്റി, തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ ആൻഡ് ടെസ്റ്റിംഗ്, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റിംഗ്. ഓക്കെ, അപ്പം ഇതൊക്കെ നമുക്ക് ഈ ഒരു പ്രോബബിലിറ്റീൻ്റെ ഏരിയ ഒക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒന്നുകൂടെ എന്ത് ചെയ്യണം, നമ്മൾ പൊടി തട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരു 1 or 2 minutes ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു 1 minute എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പ്രാക്ടീസ് ചെയ്യാനായിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ മൊഡ്യൂൾ 4 വരുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് OR ആൻഡ് ഇറ്റ്സ് യൂസസ് ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. പിന്നെ മൊഡ്യൂൾ 5 വരുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അസൈൻമെന്റ്, നെറ്റ്വർക്ക് അനാലിസിസ്, CPM ആൻഡ് PERT, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസിഷൻ തിയറി. ഓക്കെ, അപ്പം ഇത്രയും ടോപ്പിക്സ് ആണ് മൊഡ്യൂൾ 5 അകത്ത് വരുന്നത്. ഇതും കുറച്ച് എക്സ്ട്രാ ഒരു ടഫാന്ന് പറയുന്ന ഒരു ടോപ്പിക്കുകളാണ്. പക്ഷെ നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലും മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 5 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്. ഓക്കെ, അപ്പം യൂണിറ്റ് 5 പേര് നിങ്ങൾ കേട്ടു, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്. രണ്ടും കുറച്ചൊരു ഡൈവേഴ്സ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ് അല്ലേ, സബ് ടോപ്പിക്സ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ വേറൊരു ആസ്പെക്ട് ആണ്, മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ വേറൊരു ആസ്പെക്ട് ആണ്. പക്ഷെ ഇതിന് രണ്ടിനും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 5 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മൊഡ്യൂൾ 1, 2, 3, 4 ഓക്കെ 4 മോഡ്യൂൾസ്. ഈ ഒരു യൂണിറ്റ് 5 4 മോഡ്യൂൾസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റി പറയുന്ന മോഡ്യൂൾസ് ആണ്. ആൻഡ് മൊഡ്യൂൾ 5 ആണ് എന്തിനാ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകളെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം അത് നിങ്ങൾ നോക്കുക. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഏതാണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. അതിന് കുറച്ച് എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് കൊടുക്കാനായിട്ട് നിങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ യൂണിറ്റ് 5 ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്, അതിൻ്റെ മൊഡ്യൂൾസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്, മൊഡ്യൂൾ 2 ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, മൊഡ്യൂൾ 3 ഫിനാൻസിങ് ഡിസിഷൻ, മൊഡ്യൂൾ 4 കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ് പോളിസി. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് ആണ് മൊഡ്യൂൾ 4 വരെ ആയിട്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ മാർക്കറ്റിംഗിൻ്റെ ആണ്. ഓക്കെ, മാർക്കറ്റിംഗിന്റെ ബേസിക് കോൺസെപ്റ്റ്സ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റുകൾ, മാർക്കറ്റിംഗ് പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, കൺട്രോൾ സിസ്റ്റം, മാർക്കറ്റിംഗ് മിക്സ്, അത്തരത്തിലുള്ള ടോപ്പിക്സ് ആണ് നമുക്ക് മൊഡ്യൂൾ 5 അകത്ത് വരുന്നത്. നെക്സ്റ്റ് ദ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 6 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഓക്കെ, ഇപ്പോൾ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ തന്നെ ഒരു ഡിഫറെന്റ് പാർട്ടാണ് നമുക്ക് പറയാനായിട്ട് വരും. അതിന്റെ മറ്റൊരു പാർട്ടാണ് നമ്മൾ യൂണിറ്റ് 3 കണ്ടത് അല്ലെ, ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പം മറ്റൊരു പാർട്ടാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇതിൽ 5 മോഡ്യൂൾസ് ആണ് വരുന്നത്. മൊഡ്യൂൾ 1 കോസ്റ്റ് അക്കൗണ്ടിങ് ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് ആണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മൊഡ്യൂൾ 2 നമുക്ക് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ ആണ് വരുന്നത്. അതിൻ്റെ കുറച്ച് ടെക്നിക്സ്, കാര്യങ്ങൾ, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ട ടെക്നിക്സ്, മെത്തേഡ്സ്, കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മൊഡ്യൂൾ 3 മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലോട്ട് വരികയാണ്. ഓക്കെ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിലെ ബേസിക് കോൺസെപ്റ്റ്, അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് തമ്മിലുള്ള ഒരു ഡിഫറൻസ്, കാര്യങ്ങൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ മൊഡ്യൂൾ 4
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. ഓക്കെ, മൊഡ്യൂൾ 4 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, അതിൽ തന്നെ റേഷ്യോ അനാലിസിസ് വരുന്നുണ്ട്, ഫണ്ട് ഫ്ലോ വരുന്നുണ്ട്, ക്യാഷ് ഫ്ലോ അനാലിസിസ് വരുന്നുണ്ട്. പിന്നെ മൊഡ്യൂൾ 5 മാർജിനൽ കോസ്റ്റിംഗ്, ബ്രേക്ക് ഇവൻ അനാലിസിസ് ആൻഡ് മാനേജീരിയൽ ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്. ഓക്കെ, അപ്പം ഇത്രയും ടോപ്പിക്സ് ആൻഡ് മൊഡ്യൂൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളിതിലിപ്പം പറഞ്ഞതിൽ മോസ്റ്റ് ഓഫ് ദ ടോപ്പിക്സും നമ്മൾ ഒന്നുകിൽ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്ര പാടുള്ള, അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിലബസോ എക്സാമോ അല്ല. നമുക്ക് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. സോ എല്ലാവരും കൃത്യമായി മൊഡ്യൂൾസ് അനലൈസ് ചെയ്ത്, ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കി PYQs ഒക്കെ അനലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന ടേമിൽ തന്നെ സെറ്റ് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.